സംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതി രാജിവെച്ചു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങൾക്ക് തീറ്റയാണെന്ന് സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഫ്ളാറ്റുകളിൽ നിന്ന് സെപ്റ്റിക് മാലിന്യ ശേഖരണത്തിന് ഉദ്യോഗസ്ഥൻ കമ്മീഷൻ വാങ്ങുന്നതായി കൌൺസിൽ യോഗത്തിൽ ആരോപണം. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. വടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം മാർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് പിഞ്ചുകുഞ്ഞിന് പരിക്കേറ്റു. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. വിട പറഞ്ഞത് 80കളിലെ മലയാളിയുടെ സൗന്ദര്യബോധത്തെ സിനിമകളിലേക്ക് പകർത്തിയ സംവിധായകൻ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചലച്ചിത്ര താര സംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും രാജിവെച്ചു. ഓൺലൈനായി യോഗം ചേർന്നാണ് ഭരണസമിതി രാജിവെച്ചത്. നിലവിലെ സംഭവ വികാസങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് രാജി. അടുത്ത ഭരണസമിതിയെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം തിരഞ്ഞെടുക്കും. നിലവിൽ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഭരണ ചുമതല. ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ അമ്മ സെക്രട്ടറി സിദ്ദിഖ രാജിവെച്ചിരുന്നു. പിന്നാലെ ഭാരവാഹിയായ നടൻ ബാബുരാജിനെതിരെയും ആരോപണമുയർന്നു. ഇതോടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി പുറത്തുവന്ന ഒരാഴ്ചയോളം അമ്മയുടെ പ്രതികരണം വൈകിയതും ലൈംഗിക പീഡനമടക്കമുള്ള പരാതികളിൽ അമ്മ നടപടിയെടുക്കാത്തതും അംഗങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ MLA മുകേഷിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒല്ലൂരിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. തുടർന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്ത് വരികയും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ നിലപാടറിയാൻ രാമനിലയത്തിലെത്തിയ മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി അങ്ങേയറ്റം മോശമായ രീതിയിൽ പെരുമാറിയത്. ഉച്ചയ്ക്ക് 12:45 സംഭവം. അരമണിക്കൂറിലേറെ പ്രതികരണത്തിനായി കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് എത്തിയ സുരേഷ് ഗോപിയോട് മൈക്ക് നീട്ടി ചോദ്യമുന്നയിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായി മീഡിയ വൺ റിപ്പോർട്ടർ K. അഖിലിനെ തള്ളി മാറ്റിയത്. തുടർന്ന് അങ്ങേയറ്റം പ്രകോപിതനായി സുരേഷ് ഗോപി എൻ്റെ വഴി എൻ്റെ അവകാശം എന്നുറക്കെ പറഞ്ഞ് കാറിൽ കയറി പോവുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഉള്ളുവിശുദ്ധ എവു പ്രസ്യമ്മയുടെ കബറിടം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ, ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പ്ലീസ്. ഇല്ലല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കുന്നത്. സർക്കാർ അത് കോടതിയിൽ കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ല, കോടതി തീരുമാനിക്കുന്നു. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയുന്നു. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ സുരേഷ് ഗോപിയുടെ ചിത്രം കൌൺസിൽ ഹാളിൽ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. സെപ്റ്റിക് മാലിന്യത്തിന് പോലും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കമ്മീഷൻ വാങ്ങുന്നുവെന്നും കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ സെപ്റ്റിക് മാലിന്യം ടെൻഡർ വിളിച്ചു നൽകുമ്പോൾ അത് എവിടെ നിക്ഷേപിക്കുന്നുവെന്ന് പോലും അന്വേഷിക്കുന്നില്ലെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ 8 വർഷക്കാലമായി എന്താണ് ചെയ്തതെന്ന് ജനങ്ങളോട് മേയർ മറുപടി പറയണം. IP പോൾ മേയറായിരുന്ന കാലത്ത് 1 കിലോ മാലിന്യം പോലും ലാലൂരിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന ധീരമായ നടപടിയെടുത്തു. 99 ലക്ഷം രൂപ മുടക്കി ശക്തനിൽ നിർമ്മിച്ച OWC പ്ലാന്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതീവ ദയനീയമാണ്. പ്ലാന്റിന് സമീപത്ത് പ്രവർത്തിക്കുന്ന താൽക്കാലിക വ്യാപാരികളെ പരാതി നൽകിയാൽ പൂട്ടിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മാലിന്യ പ്ലാന്റുകൾ പലതും പൂട്ടി. ഭക്ഷണ മാലിന്യം സംസ്കരിക്കാൻ ഒരു സംവിധാനം പോലുമില്ല. എവിടേക്കാണ് കുടുംബശ്രീക്കാർ ഈ മാലിന്യം കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിക്കണം. കോർപ്പറേഷന്റെ അനുവാദത്തോടെ പല ഭാഗത്തും അവർ കുഴിച്ചിടുകയാണെന്നും രാജൻ പല്ലൻ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ കോടികൾ ചെലവഴിച്ചിട്ടും കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് പരാതി നിരന്തരം ലഭിക്കുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് വാട്ടർ ബിൽ അടിച്ചു നൽകി തട്ടിപ്പ് നടത്തുന്നതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ABC പദ്ധതിക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, പദ്ധതിയുടെ പരാജയം മനസ്സിലാക്കി മുന്നോട്ടു പോകുമെന്ന് വിചാരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ KSRTC ബസ് ഇടിച്ചു തകർത്ത ശക്തന്റെ പ്രതിമ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രതിമ തകർത്തതിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കുന്നതായും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. കൗൺസിലർമാരായ ജോൺ ഡാനിയൽ, പൂർണിമ സുരേഷ്, രാജശ്രീ ഗോപൻ, ജയപ്രകാശ് പൂവത്തിങ്കൽ, ആൻസി ജേക്കബ്, K രാമനാഥൻ, സിന്ധു ആൻഡോ ചാക്കോള, ലാലി ജെയിംസ്, അനീസ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന തരിപ്പണമായി കിടക്കുന്ന തൃശൂർ സ്വരാജ് റൌണ്ട് ഉടൻ നന്നാക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. സ്വരാജ് റൌണ്ടിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. തൃശൂർ നഗരപരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് രാജവീതിയായ സ്വരാജ് റൌണ്ട് തകർന്ന് തരിപ്പണമായി കിടന്നിട്ടും മേയർ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. AC കാറിൽ നിന്നിറങ്ങി റോഡിന്റെ ശോചനീയാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കണം. കോർപ്പറേഷൻ തുക മറ്റാവശ്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിച്ചതുകൊണ്ടാണ് ടാർ ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്നതെന്നും പല്ലൻ ആരോപിച്ചു. തകർന്നു കിടക്കുന്ന റോഡുകൾ പാച്ച് ചെയ്യുന്നതിന് സംവിധാനമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പാച്ചിംഗ് നടക്കുന്നില്ലെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. വെറും പാച്ചിംഗ് അല്ല, ടാർ ഉപയോഗിച്ച് പാച്ചിംഗ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ കൊണ്ട് ലോറിയും ബസും മാറ്റിയാണ് വാഹനഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. കുന്നംകുളം മാർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് പിഞ്ചുകുഞ്ഞിന് പരിക്കേറ്റു. തിരുവല്ല സ്വദേശി 1 വയസ്സുകാരൻ അർഷിനാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദീപാസ് ബസ് കാറിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും ബസിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ദേശീയപാത മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പിറകിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാത ചാലക്കുടി ഭാഗത്ത് 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പരന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ടോറസ് ലോറി ദേശീയപാതയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത്. അപകടത്തിൽ ഇരുമ്പുകൊണ്ടുള്ള വൈദ്യുതി തൂണൊടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി കേബിൾ ബന്ധവും താറുമാറായി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തത്. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ മടത്തി വീട്ടിൽ പറയത്തരായ നാരായണൻ നായരുടെയും അമ്മുക്കുട്ടിയമ്മയുടെയും മകനാണ്. കഴിഞ്ഞ 30 വർഷമായി എറണാകുളം കസ്തൂർബ നഗറിലാണ് താമസം. ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിലാണ് മോഹൻ അവസാനമായി പങ്കെടുത്തത്. വിട പറയും മുൻപേ ശാലിനി എന്റെ കൂട്ടുകാരി, ഇസബല്ല, മംഗളം നേരുന്നു, അങ്ങനെ ഒരു അവധിക്കാലത്ത്, രചന, ആലോലം, പക്ഷേ തുടങ്ങി 25ഓളം ചിത്രങ്ങളിലെ സംവിധായകനാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെ സിനിമയിലെത്തിച്ചത് മോഹനായിരുന്നു. പ്രശസ്ത കുച്ചിപ്പുടി നർത്തകി അനുപമയാണ് ഭാര്യ. സംസ്കാരം നാളെ നടക്കും. തനത് മെയ്യെഴുത്ത് കലാരൂപമായ പുലിക്കളിയെ ദേശീയ ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകി. നിലവിൽ വൻ സാമ്പത്തിക ബാധ്യത വരുന്ന പുലിക്കളിയുടെ നിലനിൽപ്പിനായി കേന്ദ്ര ധനസഹായം അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുലിക്കളിക്ക് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ധനസഹായം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനു പുറമെ തന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായം ഈ വർഷം പുലിക്കളി സംഘങ്ങൾക്ക് നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. കെ സുരേഷ്, കെ കേശവദാസ്, ജിതിൻ ജോസഫ്, രഘു പി വി, അരുൺ എം എസ്, സുരേഷ് ഒ ജി, രാജീവ് പി, നിഖിൽ സതീശൻ എന്നിവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ CS ജോയൽ, പുതിരപ്പറമ്പിൽ വീട്ടിൽ അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സനൽ, സജിത്ത്, സുമേഷ്, ഗോപീഷ്, ജിത്തു തുടങ്ങി കണ്ടാൽ അറിയാവുന്ന 10ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ അഭിഷിത്ത് പറഞ്ഞു. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തങ്ങളെ ജെറുസലേം സെന്ററിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. മർദ്ദനത്തിൽ ജോയലിന്റെ താടിയെല്ലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഞങ്ങള് വണ്ടിയിൽ എടുത്തിട്ട് കാരണം ഇവര് അവരുടെ കല്യാണം നടക്കണേ വെള്ളം കുടിച്ച് ഫിറ്റാ, നല്ല ഫിറ്റാ. അപ്പോൾ വണ്ടിയിൽ വെട്ടിയതാ. അപ്പോൾ ആ വണ്ടിയിൽ വെട്ടിയ ആൾ വീണു. സുമേഷിനെ കഴിവ് ആൾ വീണായിട്ട് സണ്ണില് സൈറ്റ് ഞങ്ങളെ രണ്ടാളിന് മാറി ഇടിക്കുക. കഴിഞ്ഞിട്ട് കല്ലുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ആളെന്നെ തല്ലി കൊടുക്കുന്നത്. അവനെ ചോരയൊക്കെ ആയപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ ഞങ്ങളെന്നെ വണ്ടിയിൽ വെച്ചിട്ട് പറഞ്ഞപ്പോൾ നേരെ ഇത് കുട്ടൻ്റെ ഇടിക്കുക. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്നിട്ട് നേരെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. സന്നൽ, സൈത്ത്, പിന്നെ ഗോപീഷ്, സുമേഷ്, പിന്നെ ജോയലിനെ കൈ പിടിച്ചിട്ട് കാറിൽ കൊണ്ടുവരുമ്പോൾ ഒരു സംഘർഷം ഉണ്ടായി. തൃശൂർ കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെ അറവുശാലയും അനുബന്ധ സ്ഥാപനങ്ങളും നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞു. കുരിയച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ നടത്തിയ സൗജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നവർ അനുയോജ്യമായ സ്ഥലമില്ലാത്തതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണമെന്നും അവർ പറഞ്ഞു. അറവുശാല, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ശ്മശാനം, മൃഗങ്ങളെ മറവു ചെയ്യൽ തുടങ്ങി സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ ജലസ്രോതസ്സുകൾ മലിനമായെന്ന ആശങ്കയിലാണ് കുട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾക്കായി സൗജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 300ഓളം സാമ്പിളുകൾ പരിശോധിച്ചു. സംഘടനാ പ്രസിഡന്റ് TT ജോസ് അധ്യക്ഷനായി. സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് വടക്കൂട്ട്, ഫാദർ ഡെന്നി താലോക്കാരൻ, കോർപ്പറേഷൻ കൌൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, ആൻസി ജേക്കബ്, ലീല വർഗീസ്, നിമ്മി റപ്പായി, സംഘടനാ ജനറൽ സെക്രട്ടറി ഐജോ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സ്ഥലമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഞാനൊക്കെ പറയുന്നത് പ്ലാന്റ് സൃഷ്ടിച്ചാലും എന്റെ മലിനപ്രളയം തരണം ചെയ്തുകൊണ്ട് അതിന്റെ പ്രതിവിധി മെയിൻ്റനൻസ് ചെയ്താൽ ഏറെക്കുറെ പരിഹരിക്കാൻ സാധിക്കും. ഈ കുറേ നാമരായത്തിൽ ഞാൻ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു മീറ്റിംഗിന് വന്നിരുന്നു. ശക്തമായ ഉടയുടെ
ഓണത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായം ഉടനെ നൽകണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് അവസാനിപ്പിക്കണമെന്നും അസംഘടിത ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN വിജയൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം, യൂണിയൻ ഭാരവാഹികളായ K മാധവൻ, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ ലോട്ടറി വിൽപ്പനക്കാരനായ കാഴ്ച ശക്തിയില്ലാത്ത കുഞ്ഞുമോന് പെട്ടിക്കട നിർമ്മിച്ചു നൽകി വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ്. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് V സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹരീന്ദ്രനാഥ്, ഡിവിഷൻ കൌൺസിലർ PN വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ കേന്ദ്രമന്ത്രിയെ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ, സിസ്റ്റർ ലിസി ജോൺ, സിസ്റ്റർ ശുഭ ചാക്കോ, ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ ഏവുപ്രസ്യമ്മയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം മഠത്തിലെ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തുകയും വിശുദ്ധ ഏവുപ്രസ്യമ്മയുടെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും കണ്ടതിനു ശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് മടങ്ങിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന യജ്ഞശാലയ്ക്കും സൂസ്ത്രപീഠത്തിനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തറക്കല്ലിട്ടു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാധന്വന്തരി ഹോമം നടത്തുന്നതിന് വേണ്ടിയാണ് കൽമണ്ഡപത്തിൽ യജ്ഞശാല നിർമ്മിക്കുന്നത്. ബാംഗ്ലൂർ സ്വദേശിനി മാല രാമകൃഷ്ണൻ എന്ന ഭക്തിയാണ് യജ്ഞശാല സമർപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു. കാണിപ്പയ്യൂർ ശ്രീകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് ദേവമാത CMI സ്കൂൾ നടത്തുന്ന കലാമേള ഈ മാസം 30-ന് അരങ്ങേറും. ലീഫ് പെയിന്റിംഗ്, ഒറിഗാമി, ക്വിസ്, സ്പെൽ ബി, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, കൊളാഷ്, സോൾഡ് ഔട്ട് എന്നിങ്ങനെ വ്യത്യസ്തമായ 30ഓളം മത്സരങ്ങൾ നടക്കും. ഫാദർ ഷാജു എടമന, ഫാദർ സിൻഡോ നങ്ങണി, ജെയിംസ് നീലങ്കാവിൽ, ശരത് ശശിധരൻ, ക്രിസ് ലിൻഡോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണ് പരിവേഷണ, മണ്ണ് സംരക്ഷണ വകുപ്പ്, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. SN പുരത്ത് നടന്ന ക്യാമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സോയിൽ സർവേ ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ എന്നിവർ നേതൃത്വം നൽകി. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ വല്ലച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് രാജറ്റ് പുരസ്കാരം സമ്മാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറയിൽ, വാർഡ് മെമ്പർമാരായ K രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ബസ്സുകളുടെ ഓട്ട മത്സരം. റൂട്ട് തെറ്റിച്ചോടിയ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടതായി പരാതി. കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി വിനീഷാണ് ഇരിങ്ങാലക്കുട ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകിയത്. കാട്ടൂർ നെടുമ്പറ ലേബർ സെന്റർ വഴി ഇരിങ്ങാലക്കുടയിലേക്ക് സർവീസ് നടത്തുന്ന മംഗലത്ത് ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. തൃപ്രയാറിൽ നിന്ന് കാട്ടൂർ ഹൈസ്കൂൾ തേക്കുമൂല വഴി സർവീസ് നടത്തുന്ന അഖില ബസ്സുമായുള്ള തർക്കത്തെ തുടർന്നാണ് മംഗലത്ത് ബസ് 1 കിലോമീറ്ററോളം റൂട്ട് മാറി ഓടിയത്. മത്സര ഓട്ടത്തിനിടയിൽ ബസ്സുകൾ തമ്മിലിടിക്കുകയും താനടക്കമുള്ള യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ടതായും വിനീഷ് നൽകിയ പരാതിയിൽ പറയും. കഴിഞ്ഞപ്പോ അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞറിയാ തിരിക്കാനാണ്. എന്നിട്ട് ആ വണ്ടി വന്ന മേത്തിക്കാൻ വന്ന വണ്ടി.
യുഎയിലെ പുരോഗമന കൂട്ടായ്മയായ സമത കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി M.N. സത്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, സെക്രട്ടറി രമിത് കണ്ടാണശ്ശേരി, ട്രഷറർ സുമേഷ് ഉപ്പത്തിൽ എന്നിവർ സംസാരിച്ചു. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം AV ഇസ്മായിൽ മുസ്ലിയാർ കുമരന്തല്ലൂർ നേതൃത്വം നൽകി. SYS സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി, ദേശമംഗലം മാനേജർ TP ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പട്ടിണി കിടക്കുന്നവരെ ആ പട്ടിണിയിൽ നിന്ന് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. അപഹിതങ്ങളും പിതാവും ശാബ്ദങ്ങളും മറ്റ് മഹാന്മാരൊക്കെ കാണിച്ചു തന്നതാണ്. ആ നല്ല ശീലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക, അതിനെ വീണ്ടും വീണ്ടും പുനർവായന ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം സദസ്സുകളുടെ. തിരുവത്രയിൽ പാർസൽ ലോറിയിൽ നിന്ന് തെറിച്ചുവീണ സാധനങ്ങൾ തിരികെ നൽകി നാട്ടുകാർ മാതൃകയായി. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയിൽ നിന്ന് വീട്ടുപകരണങ്ങൾ തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ലോറിയെ പിന്തുടർന്നുവെങ്കിലും ലോറി നിർത്താതെ പോയി. പിന്നീട് ലോറിക്കാരെ അറിയിച്ച് നാട്ടുകാർ സാധനങ്ങൾ തിരികെ നൽകുകയായിരുന്നു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബൈബിളിലെ പുതിയ നിയമം പകർത്തിയെഴുതി ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. 296 മതബോധന വിദ്യാർത്ഥികൾ ചേർന്നാണ് 94 മിനിറ്റ് കൊണ്ട് പുതിയ നിയമം പൂർണ്ണമായും പകർത്തിയെഴുതിയത്. 2007 ജൂലൈ 8 മധ്യപ്രദേശിലെ ഭോപ്പാലിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന 123 മിനിറ്റിന്റെ റെക്കോർഡാണ് മറികടന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ അധികൃതർ സാക്ഷ്യം വഹിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മരിയ, വൈസ് പ്രിൻസിപ്പൽ ഷിജോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഔദ്യോഗികമായിട്ടുള്ള റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് വായിക്കുകയാണ് എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് മുരിങ്ങത്തേരിയിൽ പുതിയതായി നിർമ്മിച്ച നവനീതം അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പല ഘട്ടങ്ങളിലായി 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാല് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, AE VS പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നിരുന്നാലും അതിനെ പരിഹരിച്ചു പോകാൻ കഴിയാവുന്ന നിലയിലുള്ള നമുക്ക് ഓരോരുത്തർക്കും പോകാൻ കഴിയണം എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഡിജി കേരളം എന്ന് പറയുന്ന ഭൂമിയുടെ ലഭ്യത ഉയർന്ന സ്ഥലത്തായി എന്നുള്ളത് കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു കേന്ദ്രമായി ഇപ്പോൾ ഈ അംഗൻവാടി മാറിയിട്ടുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെയും ഇവിടുത്തെ വാർഡ് മെമ്പർ. അഖില കേരള പുലയോദ്ധാരണ സഭയുടെ നേതൃത്വത്തിൽ അയ്യൻകാളി ജയന്തി ആഘോഷം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ ഹാൾ പരിസരത്തെ അയ്യൻകാളി സ്ക്വയറിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ഢാണാവിലെ വ്യാപാര ഭവനിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ പ്രൊഫസർ PP സർവൻ, UK സദാനന്ദൻ, IK ചന്ദ്രൻ, PC ആനന്ദൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ നടന്ന മൗലീദ് പാരായണത്തിന് ഇസ്ഹാഖ് ദാരിമി നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം നടന്നു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന ഗത്തം ദുവായോടെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും. ഷംസുദ്ദീൻ മുസ്ലിയാർ, KS സെയ്ദ് മുഹമ്മദ്, MH മുഹമ്മദ്, MS അബ്ദുൽ ഖാദർ, MS ഈസ,
MY മുഹമ്മദ്, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, ഇസഹാക്ക് ദാരുമി, KS മുഹമ്മദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് മഹോത്സവം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെംനിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. ആക്രി പെറുക്കി വിറ്റ് സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി വെള്ളിക്കുളങ്ങരയിലെ റെഡ് അലൈൻമെന്റ് ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. ക്ലബ്ബ് ഭാരവാഹികളായ അൽതാഫ് സുധീർ, അനന്തു K, ഷാജു എന്നിവരാണ് ആക്രി വിറ്റ് ശേഖരിച്ച 11,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി KK രാമചന്ദ്രൻ MLA ഏൽപ്പിച്ചത്. പാതിരിക്കുന്നത്ത് മന നാഗകീർത്തി പുരസ്കാരത്തിന് അർഹനായ സഞ്ചാര സാഹിത്യകാരൻ MK രാമചന്ദ്രനെ എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി AA കുമാരൻ അധ്യക്ഷത വഹിച്ചു. CB ഗീത, PR ബാബു, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, MK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോടാലി വെള്ളിക്കുളങ്ങര റോഡ് സഞ്ചാരയോഗ്യമാക്കുക, തെരുവ് നായ്ശല്യം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ശിവരാമൻ പൂതിയിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, MM ബിജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. CPM മുൻ വെങ്കിടങ്ങ് ലോക്കൽ സെക്രട്ടറി CK ശങ്കരൻ ചരമവാർഷിക ദിനം ആചരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PA രമേശൻ, ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KK ബാബു, KV മനോഹരൻ, KA സതീഷ് എന്നിവർ സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്കായുള്ള ധനശേഖരണത്തിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമീണ വായനശാലയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് ചലഞ്ച് നടത്തി. ഫുഡ് ഫെസ്റ്റ് ചലഞ്ച് വഴി ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി MLA തുക ഏറ്റുവാങ്ങി. ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷനായിരുന്നു. ബാലവേദി പ്രസിഡന്റ് അക്ഷയ് ബാബു, വായനശാല പ്രസിഡന്റ് KR പ്രേമൻ, സെക്രട്ടറി PU രഞ്ജിത്ത്, PA ഷൈൻ, MC വിനോഷ്, മഞ്ജു ഷൈൻ, PH അതുൽ എന്നിവർ സംസാരിച്ചു. വെൺമേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ദ്വിദിന ക്യാമ്പിൽ സ്ത്രീ ചൂഷണങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ ജ്വാല തെളിയിച്ചു. വാർഡ് മെമ്പർ സുധ സമസ്ത ജ്വാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ K അബ്ദുൾ റസാഖ്, അധ്യാപകരായ KV ഷൈൻ, KF റൂബി, പ്രോഗ്രാം ഓഫീസർ ജിംല ജേക്കബ്, മുഹമ്മദ് ഷാൻ തുടങ്ങിയവർ സംസാരിച്ചു. പാടു അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പ്രതിഭകളെ ആദരിക്കലും നടന്നു. മുരളി പെരുന്തല്ലി MLA മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, PTA പ്രസിഡന്റ് RH ഹാരിസ്, ആസ്മ ഷക്കീർ, പ്രിൻസിപ്പൽ ഇൻചാർജ് EV നൌഷിയ എന്നിവർ സംസാരിച്ചു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,695 രൂപ, പവന് 53,560 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,211 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചലച്ചിത്ര താരസംഘടനയായ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. മോഹൻലാൽ ഉൾപ്പെടെ 17 അംഗ ഭരണസമിതി രാജിവെച്ചു.
തൃശൂർ രാമനിലയത്തിൽ മാധ്യമ പ്രവർത്തകരെ തള്ളിമാറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സിനിമാ മേഖലയിലെ വിവാദങ്ങൾ മാധ്യമങ്ങൾക്ക് തീറ്റയാണെന്ന് സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഫ്ളാറ്റുകളിൽ നിന്ന് സെപ്റ്റിക് മാലിന്യശേഖരണത്തിന് ഉദ്യോഗസ്ഥൻ കമ്മീഷൻ വാങ്ങുന്നതായി കൌൺസിൽ യോഗത്തിൽ ആരോപണം. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച ലോറി ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കുന്നംകുളം മാർത്താറ്റ് കാറിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് പിഞ്ചു കുഞ്ഞിന് പരിക്കേറ്റു. പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. വിട പറഞ്ഞത് 80കളിലെ മലയാളിയുടെ സൗന്ദര്യബോധത്തെ സിനിമകളിലേക്ക് പകർത്തിയ സംവിധായകൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.